നമസ്കാരം, ഞാൻ ആതിര വി ജി. വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിൽ നൽകുന്ന സാഹിത്യത്തിനുള്ള പരമോന്നത ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്നത്. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്നാണ് പൂർണ്ണമായ നാമം. അപ്പോ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ പൂർണ്ണമായ പേരെന്തെന്ന് ചോദിച്ചാൽ ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഇത് നൽകി തുടങ്ങിയത് 1961 ഈ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇത് നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ അത് 1965. അപ്പൊ 1961 ഇത് സ്റ്റാർട്ട് ചെയ്തു. അവാർഡ് നൽകി തുടങ്ങിയത് 1965 ഈ അവാർഡ് നൽകുന്നത് ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് എന്നാണ് ഈ ട്രസ്റ്റിന്റെ പേര്. ഇത് ശാന്തി പ്രസാദ് ജെയിനും രമാ ജെയിൻ എന്നീ രണ്ട് വ്യക്തികൾ ചേർന്നാണ് ഈ ട്രസ്റ്റ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ ശാന്തി പ്രസാദ് ജെയിനും രമാ ജെയിൻ എന്നീ രണ്ട് വ്യക്തികൾ ചേർന്ന് സ്ഥാപിതമായ ട്രസ്റ്റ് ചോദിച്ചാൽ ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ്. വാഗ്ദേവത പുരസ്കാരം എന്നാണ് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ മുൻകാല നാമം. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം മുൻകാലത്തിൽ അറിയപ്പെട്ടിരുന്നത് വാഗ്ദേവത പുരസ്കാരം എന്നായിരുന്നു. ഭരണഘടന അംഗീകരിച്ച എത്ര ഭാഷകൾക്കാണ് ഈ പുരസ്കാരം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ടോട്ടൽ പുരസ്കാരം നൽകുന്നത് എത്രയെന്ന് ചോദിച്ചാൽ അത് 23 ഭാഷകൾക്കും. എന്നാൽ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ആ 22 ഭാഷകളിൽ കൂടി ഒരു ഭാഷയും കൂടെ വരും, ഇംഗ്ലീഷ് എന്ന ഭാഷയും കൂടി ഉൾപ്പെടുത്തി ടോട്ടൽ 23 ഭാഷയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഇതിന്റെ പുരസ്കാര തുക, ജ്ഞാനപീഠ പുരസ്കാരത്തിന് എത്രയാണ് പുരസ്കാര തുക എന്ന് ചോദിച്ചാൽ അത് 11 ലക്ഷമാണ്. അപ്പൊ 11 ലക്ഷമാണ് ഇതിന്റെ പുരസ്കാര തുകയായിട്ടുള്ളത്. ഇത് സ്ഥാപിതമായ വർഷം 1961. ആദ്യമായി പുരസ്കാരം നൽകി തുടങ്ങിയത് 1965. പുരസ്കാരം നൽകുന്ന ട്രസ്റ്റ് ആണ് ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ പൂർണ്ണമായ നാമം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം. ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ച വ്യക്തികളാണ് ശാന്തി പ്രസാദ് ജെയിൻ, രമാ ജെയിൻ. ഇതിലെ പുരസ്കാര തുക എന്ന് പറയുന്നത് 11 ലക്ഷമാണ്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. എന്നാൽ ടോട്ടൽ എത്ര ഭാഷകൾക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷും കൂടി ചേർത്ത് 23 ഭാഷകൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. മലയാളത്തിൽ നിന്ന് 6 പേർക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആകെ മലയാളികളുടെ എണ്ണം ചോദിച്ചാൽ അത് 6. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതും ഒരു മലയാളിക്കാണ്, അത് ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ മലയാളിയും ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1965. ജി ശങ്കരക്കുറുപ്പിനെ കൂടാതെ എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നീ വ്യക്തികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികളുടെ എണ്ണം ചോദിച്ചാൽ അത് 6. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ് 1965. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഈ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ജ്ഞാനപീഠം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് മലയാളിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കൂടാതെ ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തി ദേവി പുരസ്കാരവും ലഭിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് നൽകുന്ന 3 പുരസ്കാരങ്ങൾ കൂടിയുണ്ട്. മൂർത്തി ദേവി പുരസ്കാരം, നവലേഖൻ പുരസ്കാരം, ജനഗരിമ പുരസ്കാരം എന്നിവ. അതിൽ ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തി ദേവി പുരസ്കാരവും ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വനിത ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആശാപൂർണ ദേവി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി ജി ശങ്കരക്കുറുപ്പും ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് ആശാപൂർണ ദേവി. ഇനി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് അമിതാവ് ഘോഷ്. അപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആദ്യമായി അവാർഡ് ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അമിതാവ് ഘോഷ് ആണ്.
2024 ലേറ്റസ്റ്റ് ആയിട്ട് വന്നതില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വിനോദ് കുമാർ ശുക്ല. 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ്.